ഇവിടെ എന്നെ ഉണ്ടെങ്കിലും കച്ചവടമാണ്. ഇപ്പൊ ചേട്ടൻ 2 ചക്കയും വെച്ചാണ് ഒരു കട നടത്തിയേക്കുന്നത്. ചേട്ടൻ തന്നെ തിരിഞ്ഞു നോക്കി. ചേട്ടൻ നമുക്ക് ഒരെണ്ണം സാമ്പിൾ തന്നിരിക്കുക കേട്ടോ. മരിക്കച്ചക്ക കേട്ടോ. നല്ല പിന്നെ ഇതുണ്ട്, നല്ല ഹാർഡ്, നല്ലതായിട്ട് നല്ല കട്ടിയൊക്കെ ഉണ്ട്. ചുളക്കെ നല്ല കനവൊക്കെ കേട്ടോ. നല്ല ചവണിയെല്ലാം എടുത്താൽ വെച്ചിരുന്നു. ആ നല്ല മരം, അടിപൊളി. നമ്മുടെ അവിടെ ചക്ക ഉണ്ടെങ്കിൽ ഏത് കണ്ടപ്പോൾ ഒരു ആകാംക്ഷ. പക്ഷെ നല്ല കേട്ടോ, നല്ല മധുരം. അപ്പം നമുക്കിതിൻ്റെ വില ചോദിച്ച് മേടിക്കാം. എവ്വളവുക്ക് വേണം? 50 വേണമോ 100 വേണമോ? അങ്ങനെയാണോ? അള്ളി കോട് പോലുണ്ട്. 50 രൂപയ്ക്ക് പറയാം. ഞാൻ 50 രൂപയ്ക്കാണ് ചേട്ടനോട് പറഞ്ഞേക്കുന്നത്. 50-നും 100-നും ഒക്കെ കിട്ടും കേട്ടോ. അള്ളിപ്പൊടും എന്നൊക്കെ പറഞ്ഞാൽ അള്ളിപ്പൊടും കുറച്ചേറെ ഇടുന്നുണ്ട് കേട്ടോ ചേട്ടൻ. 50 രൂപയ്ക്ക് നമുക്ക് ഇത്രയും കിട്ടി കേട്ടോ. നല്ല വാഴയിലാണ് ഇവിടുന്ന് ഈ ചക്ക വെച്ചിരിക്കുന്നത്. ഇത് എവിടെന്നാ ചേട്ടാ ഇത് കൊണ്ടിരുന്നത്? ഇത് തമിഴ്നാട്ടിൽ ആണോ? തമിഴ്നാട്ടിലെ തന്നെ ചക്ക കേട്ടോ. നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടിരുന്നല്ല. ഇത് കൊണ്ടോ? നേരത്തെ ഞാൻ ഈ ചക്കപ്പഴ കണ്ട മേടിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇത് കൊണ്ടിട്ടുണ്ട്. നല്ല മഞ്ഞ കളർ കൊണ്ടോ. നല്ല ഇവർക്ക് ഇത് കണ്ടോ, ഇത് ഇവരുടെ തോട്ടമാണേ. ഇതിൻ്റെ അകത്ത് എല്ലാ സാധനവും ഉണ്ടെന്നുണ്ടോ. ഇതാണ് പ്ലാവ്. ഇതാണ് പ്ലാവ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ അല്ല, തമിഴ്നാട്ടിലെ തന്നെയാണ്. ഇതാണ് പ്ലാവ്. ഇതിൽ നിന്ന് ഉണ്ടായ ആ ചക്കയുടെ പഴമാണ് കേട്ടോ ഇത്. അയ്യോ അത്ര ഭംഗി. എന്നാലും ഈ പ്ലാവിൻ്റെ ചോട്ടിൽ നിന്നേ ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ. അത്രയ്ക്കും രുചിയാ, ചുമ്മാ പറയുന്നതല്ലേ. അപ്പോൾ ഇതിലെ വരുന്നവരൊക്കെ ഒന്ന് മേടിച്ച് നോക്കുക കേട്ടോ. 50 രൂപയ്ക്ക് 100 രൂപയ്ക്കും ഒക്കെ കിട്ടും കേട്ടോ. അത്രയ്ക്കും മധുരമാണ്. ഇത് ഏക്കറേജ് കണക്കിന് തോട്ടം ഇതിൽ ഇങ്ങനെ കിടക്കും. അതുണ്ടോ നമ്മുടെ മുളക് ഒക്കെ ഇവിടെ ഉണ്ടാവുന്നേ. നമ്മളവർക്കും എല്ലാം കേരളത്തിലും ഉണ്ടാവുള്ളൂ. നീയുണ്ടോ ചീനി നിറയെ മുളക്. ചുരുളിയൊക്കെ പോകുന്നവർ ആ പോകുന്നതിൻ്റെ ഒരു 6 കിലോമീറ്റർ മുന്നമേ ഉള്ള സ്ഥലമാണ് ഇത് കേട്ടോ. ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. കേട്ടോ ഇതുകൊണ്ട് പൂവായി. ഇത് പൂവാകുന്നതിന് മുമ്പ് നമ്മളിത് പറിച്ച് കറി വെക്കണം. ഇത് ഇവിടെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഇവർക്കാർക്കും വേണ്ടാന്ന് തോന്നുന്നു. ഒരു തയ്യും കൂടെ പറിക്കണം. അവിടെ കൊണ്ടുപോയി വെക്കാം. കളയണം. ആകുന്നതിന് മുമ്പ് കുറച്ച് കറി വെക്കണം.